NDSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഈ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്രിയമുള്ള മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ, ഗണിത പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ NDSC പരീക്ഷയെ സംബന്ധിച്ച പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. കാരണം എനിക്ക് മുന്നേ സഫുള്ള സാർ മറ്റുള്ളവരും ഒക്കെ തന്നെ ഈ NDSC പരീക്ഷയുടെ പ്രാധാന്യവും ഒക്കെ തന്നെ വിശദീകരിച്ചു വരും. അപ്പോൾ നമ്മുടെ ടൈം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജേന്ദ്രൻ, മഞ്ചേരിയാണ് സ്ഥലം. ദീർഘകാലം അധ്യാപകനായിട്ട് ഉണ്ടായി. ഇപ്പോൾ റിട്ടയർ ചെയ്തു, സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സിമ്പിൾ മൈൻഡഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിനെ സമീപിക്കുക. മാത്സ് എന്തോ കടുകട്ടിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്, അത് എനിക്ക് ദഹിക്കില്ല, എനിക്ക് തലയില്ല, ബുദ്ധിയില്ല എന്നൊക്കെ ചില കുട്ടികളൊക്കെ പറയും. പക്ഷെ അതൊന്നും നമ്മൾ ചെവിക്കൊള്ളാതിരിക്കുക. ഇത്തരം NDSC പോലുള്ള നാഷണൽ ലെവലിലുള്ള ചോദ്യങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ അത് കഴിയും, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സാധാരണ കോമൺ സെൻസ് മതി. പക്ഷെ ആ കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാത്സ് അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ അത് പറയാനൊരു പേടിയുണ്ടാവും. ചില കുട്ടികൾക്ക് കേട്ടോ, എല്ലാ കുട്ടികൾക്കും ഇല്ല. പക്ഷെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ശരിക്കുള്ള ബുദ്ധി ആ ടൈമില് എന്തോ ഒരു ഭയം കൊണ്ട് ഒരു കാഴ്ചപ്പാടും കൊണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ അതിനകത്ത് വരും. ചിലപ്പോ 6, 7 എത്ര ചോദിച്ചാൽ തന്നെ മാത്സ് ക്ലാസ്സിലാണ് ചോദിക്കുന്നതെങ്കിൽ, മാത്സ് അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ പറയാൻ തന്നെ ചിലപ്പോൾ അത് കണക്കൂട്ടി നോക്കും, വീണ്ടും വീണ്ടും നോക്കും. അത് നമ്മൾക്ക് ഉണ്ടാക്കും. ശരിക്കും നമുക്ക് സാധാരണ ഇതിപ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് NDSC പരീക്ഷ എന്നൊന്നും കണക്കിലെടുക്കണ്ട. അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. NDSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുണ്ട്. നിങ്ങൾ എത്ര കാലം പഠിക്കുന്നു, നമ്മളെന്നും ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലും അത് കഴിഞ്ഞും ഒക്കെ തന്നെ ഈ NDSC പരീക്ഷയ്ക്ക് വിജയം കൈവരിച്ചൊരു കുട്ടിയാണെന്ന് അറിയുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ടും മറ്റുള്ള ഇതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു മനസ്സിന് സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ മൈൻഡഡ് ആയിട്ട് ഇതിലെ ഓരോ ചോദ്യങ്ങളെയും സമീപിക്കുക. നമുക്കിപ്പോ ഇന്ന് 1 മണിക്കൂറിനുള്ളിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചോദ്യങ്ങൾ നമുക്ക് സമീപിക്കാം. ഓക്കെ, അപ്പോ ഫ്രീ ഹാൻഡഡ് ആയിട്ട് നിങ്ങളെ ഇപ്പൊ നേരിട്ട് കണ്ട് ഓരോ ചോദ്യങ്ങളും സംസാരിക്കാനും എടുക്കാനും ഉള്ള ഒരു അവസ്ഥയിലല്ല. നമുക്കൊക്കെ അറിയാം ഈ ഒരു സാഹചര്യത്തില് ഒരു മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രതികരണങ്ങളും അവരിങ്ങോട്ട് പറയുന്നതും ഒക്കെ ആശ്രയിച്ചിരിക്കും ക്ലാസ് മുന്നോട്ട് പോകും. ഇപ്പോ ഏകപക്ഷീയമായിട്ട് ഞാൻ ഇവിടുന്ന് നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ധാരാളം കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു 10-500 കുട്ടികളെങ്കിലും കുറഞ്ഞുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് പറയാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള ധാരണയിലാണ് ഈ ഓരോ ചോദ്യങ്ങളും ഞാൻ സമീപിക്കുന്നത്. പിന്നീട് അതിനകത്ത് വീണ്ടും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട അധ്യാപകരെയോ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വല്പ നേരം ഇരുന്ന് നിങ്ങൾ ആലോചിച്ചാലും മതി. വേറെ ആളെ സമീപിക്കുന്നതിനേക്കാൾ നല്ലത് സ്വല്പ നേരം ഇരുന്ന് അതെങ്ങനെയാണ്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ആലോചിച്ച് നോക്കുക. ആലോചിച്ചിട്ട് അതിന്റെ ശരിയായ ആൻസറിലേക്ക് എത്തുക. എപ്പോഴും നമ്മൾ കണക്കിന്റെ ആൻസറിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ ഞാനാണെങ്കിലും മറ്റാരാണെങ്കിൽ തന്നെയും അവർ പറയുന്നതാണ് ഏറ്റവും ശരിയെന്ന് കണക്കിലെടുക്കണ്ട. അത് നിങ്ങളുടെ മനസ്സിലിട്ട് നോക്കുക, അതങ്ങനെ തന്നെ ആണോ, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും, അതിൻ്റെതാണ്, അതങ്ങനെ തന്നെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. നിങ്ങളുടേതായ ഒരു രീതി അതിന് നിങ്ങൾ കൊണ്ടുവരിക. അതെല്ലാ ചോദ്യങ്ങളെ സംബന്ധിച്ചും അതാണ് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സമീപിക്കാം.
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ക്വസ്റ്റ്യൻസ് നേരത്തെ നിങ്ങൾക്ക് തരും. അതിലുള്ള ചില ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ച് മുകളിലോട്ട് 3⁻33 into 8⁻45. ഇത് ഈ പ്രോഡക്റ്റ്, ഈ ഗുണനഫലം കണ്ടുപിടിച്ചാൽ കിട്ടുന്ന മുഴുവൻ ആൻസർ എഴുതാൻ ചോദിച്ചിട്ടില്ല. ഇതില് യൂണിറ്റ് പ്ലേസിൽ, വൺസ് പ്ലേസിൽ, അതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ ഏത് ഡിജിറ്റ് ആയിരിക്കും വരിക? നിങ്ങളുടെ മുൻവശം തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നോക്കുക. യൂണിറ്റ് പ്ലേസിൽ ഏത് ഡിജിറ്റ് ആണ് വരിക? അതിന് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചോദ്യത്തിൽ കൊടുത്തുള്ള ഓപ്ഷൻസ് 1, 2, 3, 4 ഈ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്നത് 3⁻33 കണ്ടുപിടിക്കുകയും 8⁻45 കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സമയം കിട്ടില്ല. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ഇത് കാണാൻ എന്താണ് മാർഗം? ഇത്തരം ചോദ്യങ്ങളിൽ യൂണിറ്റ് പ്ലേസ് കാണാൻ എന്താണ് മാർഗം? അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട്, എന്തെങ്കിലും ഒരു കുറുക്കുവഴി, എളുപ്പവഴി അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ കുറെ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏത് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റിയ രൂപത്തിലേക്കാണ് ഞാനിപ്പോ ഇതിനെ മാറ്റാൻ പോകുന്നത്. ഇപ്പൊ ഒരു നമ്പറിന്റെ വൺസ് പ്ലേസിൽ, യൂണിറ്റ് പ്ലേസിൽ 1, ഇത് ചോദ്യം ഇവിടെ നിൽക്കട്ടെ. ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 1, 5, 6, 0 ഇതിലേതെങ്കിലും ഡിജിറ്റാ വരുന്നതിന് വൺസ് പ്ലേസിൽ 1 വരുന്ന ഏത് നമ്പർ എടുത്താലും, ഇപ്പോ 21 എടുത്താലും 31 എടുത്താലും 101 എടുത്താലും 201 എടുത്താലും, വൺസ് പ്ലേസിൽ 331 എടുത്താലും, ഏത് യൂണിറ്റ് പ്ലേസിൽ 1 വരുന്ന ഏത് നമ്പർ എടുത്താലും, വളരെ ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാം. യൂണിറ്റ് പ്ലേസിൽ 1 വരുന്ന ഏത് നമ്പർ എടുത്താലും അതിന്റെ എത്ര വലിയ പവർ എടുത്താലും, ഡിഗ്രി എടുത്താലും, എക്സ്പോണന്റ് ഏത് നമ്പർ ആണെങ്കിൽ, ഒന്നിനെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടാം, വീണ്ടും 1 കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടാം. എന്ന് പറഞ്ഞാൽ 1:1 1 തന്നെയാണ്. 1:1 പോലെ തന്നെ ചെയ്യും. 1:1 1 1:2 എടുത്താലും 1, 1:3 എടുത്താലും 1, 1:4 എടുത്താലും 1. അപ്പൊ 1ന്റെ ഏത് പവറും 1 തന്നെ ആയിരിക്കും. അപ്പൊ 1ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആണെങ്കിൽ, യൂണിറ്റ് പ്ലേസിൽ 1 വരുന്ന നമ്പർ ആണെങ്കിൽ, അതിന്റെ ഏത് പവർ എടുത്താലും യൂണിറ്റ് പ്ലേസിൽ 1 വരും. ഇനി ക്ലാസ് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കണം. മാത്സ് ക്ലാസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ സ്ഥിരം ചെയ്യുക. സിമിലർലി 4 ഇതേപോലെ തന്നെ 5 യൂണിറ്റ് പ്ലേസിൽ 5 വന്നാൽ, 5:1 എടുത്താൽ 5 വരിക. 5:2 എടുത്താൽ 25, യൂണിറ്റ് പ്ലേസിൽ 5 വരിക. 25, 5 × 5. 5:3 എടുത്താൽ 125, 5 × 5 125, യൂണിറ്റ് പ്ലേസിൽ 5 വരിക. 5:4 എടുത്താലും 125 × 5, യൂണിറ്റ് പ്ലേസിൽ 5 വരിക, 625. അപ്പോ 5ന്റെ ഏത് പവർ എടുത്താലും, യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏത് നമ്പർ എടുത്താലും, അതിന്റെ ഏത് ഡിഗ്രി എടുത്താലും യൂണിറ്റ് പ്ലേസിൽ 5 വരും. അതുപോലെ 6 വരുന്നു. 6:1 6 വരിക.
6/2 36, ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6/3 വരുമ്പോൾ 216, 6 × 6 അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 6 അപ്പോ 6 വന്നാൽ അതിന് 0 എന്നതിനെ പറയേണ്ട കാര്യമില്ലല്ലോ. 0യുടെ ഏത് പവർ എടുത്താലും 0 അപ്പൊ 1, 5, 6, 0 എന്നാണ് യൂണിറ്റ് പ്ലേസ് വരുന്നതെങ്കിൽ ആ നമ്പറിന്റെ ഏത് പവർ എടുത്താലും യൂണിറ്റ് പ്ലേസിൽ സെയിം നമ്പർ തന്നെ. 1ൽ അവസാനിക്കുന്നതാണെങ്കിൽ 1 ആയിരിക്കും വരിക, 5ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ 5 ആയിരിക്കും വരിക, 6ൽ അവസാനിക്കുന്ന നമ്പർ 6 ആണ് വരിക, 0ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ 0 ആണ്. അതാണ് നമ്മൾ ആദ്യം അറിയേണ്ട, ഇത്തരം ചോദ്യങ്ങളിൽ ഫസ്റ്റിൽ അറിയേണ്ട ഒരു സംഭവം അതാണ്. ഇനി യൂണിറ്റ് പ്ലേസിൽ 1 അല്ല വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 2 ആണ്. നമ്മൾ എല്ലാ നമ്പേഴ്സും എടുക്കാൻ പോവാണേ. ഇത് ഞാൻ സൈഡിലോട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്തേക്കാം. 1, 5, 6, 0 നമ്മൾ പറഞ്ഞു. എവിടെ സൈഡിലോട്ട് നോട്ട് ചെയ്യും. ഇത് ഒരു കേസാണ്. ഇനി സെക്കൻഡ് കേസ് വരുന്നേ യൂണിറ്റ് പ്ലേസിൽ 2 വരും, യൂണിറ്റ് പ്ലേസിൽ 2 വരും. ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 2 ആണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം 2⁻1 എടുത്താൽ 2 itself, 2⁻2 എടുത്താൽ അത് 4 ആണ്. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 4 ആണ്. 2⁻3 എടുത്താൽ 2 × 2 × 2 8. 2⁻4 എടുത്താൽ 2 4 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. 2 4 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 2ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ, 2 4 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 16. യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അപ്പോ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന ഏത് നമ്പർ ആണെങ്കിലും അതിന്റെ പവേഴ്സ് എടുക്കുമ്പോ ⁻1 ആണെങ്കിൽ 2 വരും, ⁻2 ആണെങ്കിൽ 4 വരും, ⁻3 ആണെങ്കിൽ 8 വരും, ⁻4 ആണെങ്കിൽ 6 വരും, ⁻5 ആണെങ്കിൽ ശ്രദ്ധിക്കണേ 2⁻5 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 2 ആയി. കാരണം 6, 2, 12. ഇത് 6ൽ അവസാനിക്കുന്ന നമ്പർ, അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2ലല്ലേ അവസാനിക്കുക. ഇനി 2⁻6 വരികയാണെങ്കിൽ അത് വീണ്ടും 2 കൊണ്ട് ഈ 4ലായിരിക്കും വരിക. 2 × 2 4, യൂണിറ്റ് പ്ലേസ് 4 ആയിരിക്കും വരിക. പിന്നെ 8 ആയിരിക്കും വരിക, പിന്നെ 12 ആയിരിക്കും വരിക. ഓക്കെ, എന്നോടൊപ്പം തന്നെ എഴുതി പോണേ. നിങ്ങൾ നോട്ട് ബുക്കിൽ എന്നോടൊപ്പം തന്നെ അത് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടേതായ ലാംഗ്വേജിൽ അത് എഴുതി വെക്കണം. ഒറ്റയുടെ സ്ഥാനത്ത്, 1ന്റെ സ്ഥാനത്ത് 2 വരുന്ന ഏത് നമ്പർ ആണെങ്കിലും അതിന്റെ പവേഴ്സ് എടുക്കുമ്പോൾ വരുന്നത് 2, 4, 8, 6 എന്ന് പറയുന്ന നമ്പേഴ്സ് ഇങ്ങനെ ആവർത്തിക്കും. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2, 4, 8, 6 എന്ന് അവസാനിക്കും. അപ്പൊ ഏതിനൊക്കെയാണ് 2 വരുന്നത്, ഏതിനൊക്കെയാണ് 4 വരുന്നത്, ഏതിനൊക്കെയാണ് 8 വരുന്നത്, ഏതിനൊക്കെ 6 വരുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 2⁻1 പവർ 1 വരുമ്പോ യൂണിറ്റ് പ്ലേസിൽ 2 വരിക. പിന്നെ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന ഏതിനാന്നറിയോ, പവർ 5 വരും. അപ്പോ ⁻1 വന്നാൽ 2 വരും, ⁻5 വന്നു കഴിഞ്ഞാൽ 2 വരും. പിന്നെ വരുന്ന 1, 5 അരിത്തമാറ്റിക് സീക്വൻസിന് പഠിച്ചിട്ടുള്ളതാണ്. 9 വരുമ്പോ യൂണിറ്റ് പ്ലേസിൽ 2 വരിക. 13 വരുമ്പോ യൂണിറ്റ് പ്ലേസിൽ 2 ഇങ്ങനെ. അപ്പൊ ഈ അരിത്തമാറ്റിക് സീക്വൻസിലാണെങ്കിൽ പവേഴ്സ് 1, 5, 9, 13 4 കോമൺ ഡിഫറൻസ് ആയിട്ട് 4 പൊതുവ്യത്യാസമായി വരുന്ന സമാന്തര ശ്രേണിയാണെങ്കിൽ ഫസ്റ്റ് ടൈം 1 അങ്ങനെ വരികയാണെങ്കിൽ ആ എക്സ്പോണന്റ് കൃത്യംഗം എന്ന് പറയുന്നത്, കൃതി എന്ന് പറയുന്നത് 1, 5, 9, 13 ഈ സീക്വൻസിൽ പെടുന്നതാണെങ്കിൽ ആ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്നു. പിന്നെയോ പവർ 2 പിന്നെ വരുന്ന 6 ആയിരിക്കും. ഇതേ കോമൺ ഡിഫറൻസാ. 2, 6, 10, 14 എന്ന് പോവുകയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ?
2, 6, 10, 14 എന്നുള്ള സീക്വൻസിലെ ഒരു നമ്പറാണ് അതിന്റെ കൃത്യംഗമെങ്കിൽ, എക്സ്പോണന്റ് എങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ കണ്ടുപിടിച്ചാൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 4 വരിക. അതുപോലെ വരുന്നത് 3, 4, 7, വീണ്ടും 4, 11 ഇങ്ങനെ പോവുകയാണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 8 ആയിരിക്കും. ഇനി 4, 8, 12 പോയി കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് അപ്പോ കൃത്യംഗമാണ് എഴുതിയത്. യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന ഒരു നമ്പറിന്റെ പവർ എന്ന് പറഞ്ഞാൽ 442. ഇതിന്റെ എക്സ്പോണന്റ് 13 വരുന്നത്. തീർച്ചയാണ് ഈ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 2 ആയി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇവിടെ വരുന്ന നമ്പർ 14. അത് ഈ സീക്വൻസിലാണ് വരിക 14. അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ ഈ 2 കണ്ടുപിടിച്ചാൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആയിരിക്കും. ഇവിടെ 11 വരുന്നത്. 11 ഈ സീക്വൻസിലാണ് വരിക. അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ ഇത് കണ്ടുപിടിച്ചാൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 8 ആയിരിക്കും. ഇവിടെ 12 അല്ലെങ്കിൽ 44 4ന്റെ മൾട്ടിപ്പിളാണ്. തീർച്ചയായിട്ടും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 6 ആയി. ഓക്കെ. അപ്പോ ഈ ഓരോ സീക്വൻസിലും വരുന്ന നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? അത് അരിത്തമാറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ എല്ലാവരും വെൽ സ്റ്റഡീഡാണ്. ഈ സീക്വൻസിലാണോ ഒരു നമ്പർ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു മാർഗം അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഒരു മാർഗം ഇതിനെയൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുന്ന നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂണിറ്റ് പ്ലേസിൽ 2 അറിയാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരുന്ന നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടതാണ്. അരിത്തമാറ്റിക് സീക്വൻസ് നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു സീക്വൻസ് ഒരു നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റിമൈൻഡർ എല്ലായിടത്തും ഒരുപാട്. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ. അപ്പൊ അങ്ങനെ ഈ സീക്വൻസ് വരുന്ന ഏത് നമ്പർ എടുത്താലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 വരുന്നുണ്ടെങ്കിൽ ഈ സീക്വൻസിലാണ് വരുന്നത്. അതിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ 4 ആയി. അതിന്റെ പവർ ഈ നമ്പേഴ്സ് വരികയാണെങ്കിൽ 4 ആയി. അതുപോലെ പവേഴ്സ് 3, 7, 11 ഈ ഇതിലാണ് വരുന്നതെങ്കിൽ, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്നു. ഇതിനെയൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 അത് സംശയിച്ചില്ല. ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ ഇല്ലേ? 3 ഡിവൈഡഡ് ബൈ 4 സംശയം വരുന്നത്. അതൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കണ്ടെത്തിയതാണ്. 4 ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ഡൗട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടോ കരുതി. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ടൈംസ് 4 0 ടൈംസ് 0 റിമൈൻഡർ 3. ഓക്കെ, ജസ്റ്റ് കാണിച്ചല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതേപോലെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4ന്റെ മൾട്ടിപ്പിൾ വളരെ എളുപ്പമല്ലേ കണ്ടുപിടിക്കാം. അപ്പോ അതിന്റെ യൂണിറ്റ് പ്ലേസ് 6. അപ്പോ 2, 4, 8, 6 എന്നാണ് വരുന്നതെങ്കിൽ എക്സ്പോണൻസ് തന്നിരിക്കുന്ന നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 2 ആണ് വരുന്നതെങ്കിൽ അതിന്റെ എക്സ്പോണൻസ് നോക്കി, ഈ സീക്വൻസിലാണ് വരുന്നതെങ്കിൽ റിമൈൻഡർ 2, ഈ സീക്വൻസിലാണെങ്കിൽ റിമൈൻഡർ റിമൈൻഡർ അല്ല, ലാസ്റ്റ് ഡിജിറ്റ് 4, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 8. ഈ സീക്വൻസിലാണ് എക്സ്പോണന്റ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 6. 2, 4, 8, 6. ഓക്കെ, അത് നമ്മൾ രണ്ടാമതായിട്ട് അറിയേണ്ട കാര്യം. ഇത്തരം ചോദ്യം നമുക്കിവിടെ അത്തരത്തിലുള്ള ചോദ്യം അല്ല, ഇത് നോക്കണം. നമുക്ക് വരാൻ പോണതേ ഉള്ളൂ ഓരോന്നായിട്ട്. ഇവിടെ യൂണിറ്റ് പ്ലേസ് 3 ആണ്, ഇവിടെ യൂണിറ്റ് പ്ലേസ് 8 ആണ്. ഇത് വലിയ നമ്പറൊക്കെ വരാമേ. ഇത് വളരെ ചെറിയ നമ്പറാണെന്ന് ഇത് ചോദിച്ചേക്കുന്നത്. 3 നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന കേസേ പറഞ്ഞു. അപ്പൊ 2 വരുന്ന കേസ് നമ്മൾ പറഞ്ഞു. യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന കേസ് പറഞ്ഞു. ഇനി 2ന്റെ അതേപോലെയാണ് യൂണിറ്റ് പ്ലേസിൽ 8 വന്നാൽ. യൂണിറ്റ് പ്ലേസിൽ 8 വന്നാൽ ഇതേപോലെ നമുക്ക് പറയാം. യൂണിറ്റ് പ്ലേസിൽ 8 വന്നാൽ 8⁻1 വരുമ്പോ 8 തന്നെയാണ്. 8⁻2 വന്നു കഴിഞ്ഞാൽ 8⁻2 വന്നു കഴിഞ്ഞാൽ അത് വരുന്നത് എത്ര ആയിരിക്കും? 8⁻2 എത്ര വരിക? 64. 4 യൂണിറ്റ് പ്ലേസിൽ വരിക. യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പറാണ് ഈ എഴുതുന്നത്. 4 അല്ല, ഇത് യൂണിറ്റ് പ്ലേസിൽ വരുന്ന യൂണിറ്റ് പ്ലേസ്. ഒറ്റയുടെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്ത് വരുന്ന
8/3 വന്നു കഴിഞ്ഞാൽ 64/8 2 അവസാനിക്കും. ഇനി 8/4 വന്നു കഴിഞ്ഞാൽ 6 അവസാനിക്കും. നേരത്തെ നമുക്ക് വന്ന എങ്ങനെയായിരുന്നു? 2, 4, 8, 6 2, 4, 8, 6 നേരത്തെ യൂണിറ്റ് പ്ലേസ് 2 വരുമ്പോഴേ ഇവിടെ വരുന്നേക്ക് നോക്കി 8, 4, 2 ഇവിടെ നിന്നോട്ടാ 8, 4, 2, 6 8, 4, 2, 6. അപ്പോ യൂണിറ്റ് പ്ലേസിൽ 8 വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ അറിയേണ്ടത് എക്സ്പോണന്റ് 1 വരുമ്പോഴും പിന്നെ 4 കൂടിയാൽ മതി, 5 വരുമ്പോഴും പിന്നെ 4 കൂടിയാൽ മതി, 9 വരുമ്പോഴും ഒക്കെ തന്നെ എക്സ്പോണന്റ് ഈ 1, 5, 9, 13 അതിൽ വരുന്നതാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരുന്നത്. അതിലാണ് വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 8 വരുന്ന നമ്പേഴ്സ് ആണ്. അതിന്റെ ആ നമ്പർ കണ്ടുപിടിച്ചാൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 8 ആയിരിക്കും. പിന്നെയോ അടുത്തത് പറയാം 2 ഇത് 8 2, 6, 10 എക്സെട്ര. ഈ സീക്വൻസിൽ ഏതെങ്കിലും ഉള്ള നമ്പർ ആണ് എക്സ്പോണന്റ് ആയിട്ട് വരുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്ന നമ്പർ ആണ് എക്സ്പോണന്റിൽ വരുന്നതെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 4 ആണ്. ഇനി അടുത്ത വരുന്ന ഏതാ? 3, 7, 11 എക്സെട്ര. ഇതിലാണ് ഈ സീക്വൻസിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എക്സ്പോണന്റ് ആണ്. തന്നിരിക്കുന്ന നമ്പറിന്റെ എക്സ്പോണന്റ് 3, 7, 11 എന്നുള്ള സീക്വൻസിലാണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിന്റെ മലയാളം മീഡിയംകാർ അതിന്റെ കൃത്യംഗം കൃതി എന്ന് പറയുന്നത് 3, 7, 11 ഈ സീക്വൻസിൽ വരുന്ന നമ്പർ ആണെങ്കിൽ, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരുന്ന നമ്പർ ആണ് എക്സ്പോണന്റ് കൃത്യംഗമെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 2. ഇനി 4, 8, 12 എന്നുള്ള ഈ സീക്വൻസിലാണ് വരുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 അതിനകത്താണ് വരുന്നതെങ്കിൽ 6. ക്ലിയർ ആയോ? ഇവിടെ 8/45 ആണെന്നേ. 8/45 ചോദ്യത്തിൽ 45 8/45 ഏത് സീക്വൻസിലാ വരാ? 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര? 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. 45 ആണ്. അപ്പൊ റിമൈൻഡർ 1 വരുന്ന ഈ സീക്വൻസിലാണ്. അപ്പൊ 1, 5, 9 എന്നുള്ള സീക്വൻസിലാണ് 45 നിൽക്കുന്നത്. 8ന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ 8/45 ഈ സീക്വൻസിലാണ്. 1, 5, 9 എന്നുള്ള സീക്വൻസിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്നു. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്നു. ഇതിനകത്താണ് 45 വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്പർ എടുത്താൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 8 ആണ് വരിക. ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 8 ആണ്. സംഭവം ഇപ്പൊ ഏകദേശമൊക്കെ ധാരണയായി വരുന്നുണ്ടോ? നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ വളരെ ക്ലിയർ ആവും. എല്ലാ കാര്യങ്ങളും എല്ലാ ഡിജിറ്റും ഞാൻ ഇപ്പൊ പറഞ്ഞു വരാൻ പോവാണ്. ഇപ്പൊ 2 പറഞ്ഞു, 8 പറഞ്ഞു, 2ഉം 8ഉം പറഞ്ഞു. 8ന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി വരുന്നത് യൂണിറ്റ് പ്ലേസില് 3 വരുന്ന യൂണിറ്റ് പ്ലേസിൽ 3 വരും. യൂണിറ്റ് പ്ലേസിൽ 3 വരുന്ന കേസാണ് പറയാൻ പോകുന്നത്. അവിടെ എന്താ കിട്ടാൻ പോണേ നോക്കുക. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. കേട്ടോ, നോട്ട് ചെയ്ത് കുറച്ച് സമയം ഇരുന്ന് അത് വർക്ക് ചെയ്യണം. അപ്പോ ക്ലിയർ ആയി, വളരെ ക്ലിയർ ആയി. യൂണിറ്റ് പ്ലേസിൽ 3 വരുന്ന ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2, 8 എടുത്തു. 3 എടുക്കാം. 3 വരുമ്പോ 3/1 എടുത്താൽ 3 കിട്ടുക. 3/2 എടുത്താൽ 9 വരിക. 3/3 എടുത്തു കഴിഞ്ഞാൽ 3 × 3 × 3 27. യൂണിറ്റ് പ്ലേസ് 7 വരിക. ഇതൊക്കെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളാണ് എഴുതുന്നത്. 3/4 എടുത്തു കഴിഞ്ഞാൽ വരുന്നത് 27നെ 3 വിളിക്കുക 81. 1 വരിക യൂണിറ്റ് പ്ലേസിൽ. പിന്നെ 3/5 എടുത്താൽ ആവർത്തിക്കാൻ പോവാണ്. 3/5 എടുത്താൽ 1നെ 3 വിളിച്ച് 3 വരിക. പിന്നെ 9 ആയിരിക്കും, പിന്നെ 7 ആയിരിക്കും, 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ
1, 5 നേരത്തെ പറഞ്ഞോളം തന്നെ വരാം. 1, 5, 9 എന്നുള്ള സീക്വൻസിലാണ് എക്സ്പോണന്റ് വരുന്നതെങ്കിൽ, ഇതിലാണ് എക്സ്പോണന്റ് വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 3 തന്നെ ആയിരിക്കും. ക്ലിയർ? യൂണിറ്റ് പ്ലേസ് 3 തന്നെ ഈ സീക്വൻസിലാണെങ്കിൽ. ഇനി യൂണിറ്റ് പ്ലേസിൽ എക്സ്പോണന്റ് 2 വരിക, എക്സ്പോണന്റ് 2 വരുമ്പോഴും പിന്നെ 6 2 വരുമ്പോഴും 6 വരുമ്പോഴും 10 വരുമ്പോഴും ഒക്കെ തന്നെ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 9 ആയി. 3, 9. 3 വരുമ്പോഴും 7 വരുമ്പോഴും 7 3 പിന്നെ 7 വരും. 3 4 കൂടും 7 11. ഈ സീക്വൻസിലാണ് കൃത്യംഗം വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 7 ആയിരിക്കും. ഇനി 4, 8, 12 എന്നുള്ള സീക്വൻസിലാണെങ്കിൽ വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന അക്കം 1. തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്കി 3:33, 3:33, 3:33. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 33. 33 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? റിമൈൻഡർ 4, 8, 32. റിമൈൻഡർ 1. റിമൈൻഡർ 1 വരുന്ന ഈ സീക്വൻസിലാണ്. അപ്പോ ഈ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3:33 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 3 ആണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ 3 ആവുക, ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ 8 ആവുക, ഇതിന്റെ 1ന്റെ സ്ഥാനത്ത് 8 ആവുക, ഇതിന്റെ 1ന്റെ സ്ഥാനത്ത് 3 ആവുക. അപ്പോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ 3, 8, 24. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ വരുന്ന അക്കം 4 ആണ്. അപ്പൊ ചോദ്യത്തിന്റെ ആൻസർ യൂണിറ്റ് പ്ലേസിൽ ഈ 2 നമ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആണ്. അപ്പൊ ചോദ്യത്തിന്റെ ആൻസർ 4 ആയി. പക്ഷെ ഇത് നമുക്ക് പറയണമെങ്കിൽ, ഇതിന്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ കുറച്ച് ജോലിയുണ്ട്. കുറച്ച് ജോലി എന്ന് പറഞ്ഞാൽ ഇത് വെൽ സ്റ്റഡീഡ് ആണ്. ഞാനിപ്പോ എല്ലാ ഡിജിറ്റ്സിനെയും പറഞ്ഞില്ല. 1, 5, 6, 0, 2, 3, 8 പറഞ്ഞു. ഇനി ബാക്കിയുള്ളവരെ പറയാൻ പോവാണ്. ഇത് കുറച്ച് സമയമെടുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ഇത്തരം കാര്യങ്ങളെ പറ്റി ഗ്രാഹ്യം ഉണ്ടാവും. ഇതവര് ധാരണയാക്കി വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില വലിയ നമ്പർക്ക് എഴുതിയിട്ട് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്ക ഏതാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളികളായിട്ടൊക്കെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യും. വളരെ വേഗത്തിൽ നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ ആൻസർ കണ്ടെത്തും. അതൊരു രസമാണ്. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ, മാത്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൗതുകം നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഒന്ന് കഴിയുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ, അതങ്ങനെ ഇങ്ങനെ എന്താ വരാത്തത്, ഇതൊക്കെ നമുക്ക് ആ കൗതുകം ഉണ്ടായാൽ മാത്രമേ മാത്സിന് പഠനം ഉഷാറാവുള്ളൂ. അല്ല ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഓരോ കാര്യങ്ങളും വെറുതെ ഇങ്ങനെ ബൈഹാർട്ടാക്കി വെച്ച് പോയിട്ട് യാതൊരു കാര്യം. നമ്മുടെ ലൈഫിൽ മാത്സിന്റെ പഠനം അങ്ങനെ പോകണ്ട. ഓരോന്നും മനസ്സിലാക്കി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അതെന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, ഇതൊക്കെ നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്ന കുട്ടികൾ, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളാണ് എപ്പോഴും നമ്മൾ നല്ല ബ്രെയിൻ വികസിച്ച് വരും. അത് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളും. ചില ആൾക്കാർ നമ്മൾ കണ്ടില്ല, IAS, IPS വളരെ ഉയർന്ന തലത്തിലേക്ക് പോകുന്നവരൊക്കെ തന്നെ നന്നായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. നന്നായിട്ടത് നിങ്ങൾ അവരുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നവരായിരിക്കും. നമുക്കൊക്കെ തന്നെ ജന്മന നല്ലൊരു ബ്രെയിൻ ദൈവം തന്നിട്ടുണ്ട്. അത് വേണ്ട വിധം നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കയറി പോരാൻ പറ്റും. ബ്രെയിൻ എല്ലാവർക്കും ഏകദേശം ഒരുപോലൊക്കെ തന്നെ, ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ വികാസം. അപ്പൊ നമ്മള് 2, 3 പറഞ്ഞു. ഈ 3 വരുന്ന അതേ കേസാണ് 7 എന്നുള്ള നമ്പർ വരിക. 7 വരുമ്പോഴും അതിലെ ഡിജിറ്റ്സ് എങ്ങനെ വരികയെന്നറിയോ? 7 വരുമ്പോ നമുക്ക് നോക്കാം. 7 വരുമ്പോ 7:1 യൂണിറ്റ് പ്ലേസിൽ 7 ആകുക. 7:2 വരുമ്പോ യൂണിറ്റ് പ്ലേസിൽ 9 ആകുക. 7:3 വരുമ്പോ യൂണിറ്റ് പ്ലേസില് 9-3 വിളിച്ചാൽ 7, 9-7 വിളിച്ചാൽ 3 ആകുക. 7:4 വരുമ്പോ 7 കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ 21, 1 ആകും. ഇനി 7:5 വന്നു കഴിഞ്ഞാൽ
അവിടെ വരുന്നത് 7. അതിങ്ങനെ 7 കൊണ്ട് ചെയ്താൽ യൂണിറ്റ് പ്ലേസിലാണ്. നേരത്തെ വന്ന എങ്ങനെയായിരുന്നു? 3971 എന്നായിരുന്നു. നേരത്തെ വന്ന് 3971 എന്നായിരുന്നു 3 വന്ന്. ഇവിടെ വന്ന എങ്ങനെയാ നോക്കി, 7931. 2നും 8നും സംഭവിച്ച അതേപോലെ ഇവിടെ നീയോട്ട് 7931. അപ്പോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എക്സ്പോണൻസ് 1, 5, 5 ആണ്, 4 അപ്പൊ 1, 5, 9 വന്നു കഴിഞ്ഞാൽ ഈ സീക്വൻസിലാണ് എക്സ്പോണൻസ് കൃത്യംഗം വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 7. 2, 6, 10 എക്സെട്ര ഇതിലാണ് വരുന്നതെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഏതാ വരിക? 9. പിന്നെ വരുന്നത് 3, 7, 11 എക്സെട്ര എന്നുള്ള സീക്വൻസിലാണെങ്കിൽ ഇതിലാണ് കൃത്യംഗം വരുന്നതെങ്കിൽ, കൃതി വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 3. ഇനി 4, 8, 12 4ന്റെ മൾട്ടിപ്പിൾസ് 4, 8, 12 എന്നുള്ള സീക്വൻസിലാണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 1. 7, 9, 3. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരുന്ന എക്സ്പോണന്റ് കൃത്യംഗം വരുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരുന്ന നമ്പർ ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 7. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 വരുന്ന, 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സിസ്റ്റം വരുന്ന നമ്പറാണ് കൃത്യംഗത്തിൽ വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 9 ആയിരിക്കും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരുന്നതെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 3 വരിക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 വരിക എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ, 4ന്റെ ഗുണിതങ്ങൾ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് പ്ലേസ് 1 അപ്പോ 3ന്റെ കാര്യവും 7ന്റെ കാര്യം പറഞ്ഞു. 2ഉം 8ഉം ഒരേപോലെ ആയിരുന്നു. അതുപോലെ 3ഉം 8ഉം ഏകദേശം സാമ്യമുണ്ട്. ഇനി വരുന്നത് 4 വരുന്നവയാണ്. 4 നമ്മൾ പറഞ്ഞിട്ടില്ല. 4 വരുമ്പോ എന്താ സംഭവിക്കാൻ നോക്കാം. 4 വളരെ എളുപ്പമാണ്. ഈ നമ്പേഴ്സിനെ ഉള്ള ലേശം വരുന്നത് 4 വരുന്നത് വളരെ എളുപ്പമാണ്. 4:1 അത് 4ആണ്. 4:2 16ആണ്. യൂണിറ്റ് പ്ലേസിൽ 6ആണ്. 4:3 തീർന്നു. 4:3 6 × 4 24 യൂണിറ്റ് പ്ലേസിൽ വരിക. സോറി 24 നമ്പർ വരെ. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 1ന്റെ സ്ഥാനത്ത് 4 വരെ. 4:4 വന്നു കഴിഞ്ഞാൽ വീണ്ടും 4 കൊണ്ട് വിളിച്ച് 4, 4, 16 യൂണിറ്റ് പ്ലേസ് ആണ്. അപ്പൊ 4, 6, 4, 6, 4, 6 ആവർത്തിക്കും. എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായി. 4ന്റെ കാര്യമാണ് പറഞ്ഞത്. 4 വരുമ്പോ വളരെ എളുപ്പമായി 1 പിന്നെ 2 കൂടെ 4 അല്ല, 4 നമ്പേഴ്സ് ഇല്ല, ആകെ 2 ഉള്ളൂ. അപ്പൊ 1, 3 സീക്വൻസിലാണ് എക്സ്പോണന്റ് വരുന്നതെങ്കിൽ 4 അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ എക്സ്പോണന്റ് 1, 3 ഒറ്റ സംഖ്യ 1, 3, 5, 7 എന്ന് വരികയാണെങ്കിൽ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ഒറ്റ സംഖ്യയാണ് നോക്കിയാൽ പോലെ. ഒറ്റ സംഖ്യ ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 4 തന്നെ. 4 അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ എക്സ്പോണന്റ് ഒറ്റ സംഖ്യ ആണെങ്കിൽ അത് 4 അവസാനിക്കുക. അതുപോലെ വരുന്ന ഈവൻ നമ്പർ 2, 4, 6, 8 വരികയാണെങ്കിൽ ഇങ്ങനെയാണ് എക്സ്പോണന്റ് വരുന്നതെങ്കിൽ 4 അവസാനിക്കുന്ന നമ്പറിന്റെ എക്സ്പോണന്റ് 2, 4, 6, 8 സോറി 2, 4, 6, 8 ഇതിനകത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 6. ഇത് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരുന്ന, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിസ്റ്റം 0 വരുന്നതെന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ നോക്കിച്ചാണ്. അപ്പൊ 4 വളരെ എളുപ്പമായി. ഇപ്പോ ഇതിന് എളുപ്പമായി, ഇതിന് 4 വളരെ എളുപ്പമായി. 4 അവസാനിക്കുന്ന നമ്പർ 1, 5, 6, 0 അവസാനിക്കുന്ന നമ്പർ അത് 2 എളുപ്പമാണ്. ഇതേപോലെ തന്നെയാണ് ഇനി നമ്മൾ എടുക്കാത്ത നമ്പർ 1, 2, 3, 4 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു, 5 ഇവിടെ വന്നു, 6 ഇവിടെ വന്നു, 7 വന്നു, 8 വന്നു. ഇനി എടുക്കാത്ത 0 ആൾറെഡി ഇവിടെ ഉണ്ടായി. ഇനി 9 മാത്രം എടുക്കാറുള്ളൂ. 9 വളരെ എളുപ്പമാണ്. 9 വരുമ്പോ നോക്കിയാൽ നമ്മുടെ ജോലി കിടിയാണ്. 9:1 9 തന്നെ. 9:2 81ആണ്. യൂണിറ്റ് പ്ലേസിൽ 1ആണ്. വീണ്ടും നമ്മൾ ഇതിനെ 9:3 ആണെങ്കിൽ 81നെ 9 കൊണ്ട് വിളിക്കും. 9:3 81 9:2 81ആണ്. 9:3 9 × 9 × 9 81 × 9 729 യൂണിറ്റ് പ്ലേസിൽ 9ആണ്. അപ്പൊ ഇവിടെ 1, 3, 5, 7 എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യ വന്നാൽ 9 അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ എക്സ്പോണന്റ് ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 9 തന്നെ.
ഇരട്ട സംഖ്യ വന്നാൽ 2, 4, 6, 8 എന്ന് വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 1. അപ്പോ 9 കഴിഞ്ഞു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെയോ കുറെ ഉണ്ടല്ലോ. കുറച്ച് നേരം ഇരുന്നതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നിത് നല്ല രസമാണ്. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. ഒരു ചോദ്യം കണ്ടെത്തി വെറുതെ ഒരു ചോദ്യം എഴുതിയിട്ട് അതങ്ങനാണോ എന്ന് വേറെ ആളെ ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ അഞ്ചന്മാരെ അഞ്ചെത്തിയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ, അമ്മയോടാണ് ഏറ്റവും ചോദിക്കാൻ ഏറ്റവും എളുപ്പം കേട്ടോ. എന്ത് പറഞ്ഞാലും കേട്ടിരിക്കുന്ന ഒരാളാണല്ലോ അമ്മ. അപ്പൊ അമ്മയോട് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ അമ്മ ഒരു പക്ഷേ മാത്സിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അമ്മയ്ക്കും താല്പര്യമായിരിക്കും ഇങ്ങനെയൊക്കെ. താല്പര്യം അല്ലെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ സന്തോഷമുണ്ടാകും, മനസ്സിൽ സന്തോഷമാണ്. അപ്പൊ നമ്മളെല്ലാം യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് 0 വന്നാലും 1 വന്നാലും 2 വന്നാലും 0 വന്നാലും 1 വന്നാലും 1 വന്നാലും 2 വന്നാലും 3 വന്നാലും 4 വന്നാലും 5 വന്നാലും 6 വന്നാലും 7 യൂണിറ്റ് പ്ലേസിൽ വന്നാലും 8 വന്നാലും 9 വന്നാലും, അതായത് യൂണിറ്റ് പ്ലേസിൽ ഏത് ഡിജിറ്റ് വന്നാലും അതിന്റെ ഏത് പവർ എടുക്കുമ്പോഴും ആ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ഏത് ചോദിച്ചാൽ, ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ NDSCക്ക് സാധാരണ ഇത്തരം ചോദ്യങ്ങൾ കാണാറുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഏത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, വെൽ സ്റ്റഡീഡ് ആവാം. ഇത് പലപ്പോഴും നമ്പേഴ്സ് മാറിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ഇത് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, മറ്റേതെങ്കിലും മത്സര പരീക്ഷകളൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ PSC എക്സാമിനേഷനും ഒക്കെ തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്കത് വളരെ വേഗത്തിൽ മറ്റുള്ളവർ കുറേ നേരം ഇരുന്ന് മൾട്ടിപ്ലൈ നോക്കുന്ന സമയം കൊണ്ട് നിമിഷ നേരം കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആൻസർ എഴുതി വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പാസ് ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എഴുതാനുള്ള ടൈം കിട്ടും. ഓക്കെ, പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ആൻസർ എഴുതുമ്പോൾ വലുതാക്കി എഴുതുക. തീരെ ചില കുട്ടികളുണ്ടാവും കുനികുനാന്ന് എഴുതും. അവർക്ക് എഴുതിയ കുറച്ച് കഴിഞ്ഞ് നോക്കി അവർക്ക് തന്നെ എന്താ എഴുതിയെന്ന് സംശയം. അപ്പൊ കുറച്ചൊന്ന് വലുതാക്കി എഴുതിയിട്ട്, എഴുതി പഠിക്കുമ്പോഴും അങ്ങനെയാണ്, ലേശം വലുതാക്കി എഴുതി തിരിച്ചറിയാൻ പാകത്തിൽ എഴുതി വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, നീറ്റായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കുറെ തവണ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മനസ്സിൽ ഉറച്ചിരിക്കും. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിയും. ചെറിയ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഓടാൻ പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ആദ്യം നടക്കാൻ പഠിക്കുക, എഴുന്നേക്കാൻ പഠിക്കുക, അത് കഴിഞ്ഞ് നടക്കാൻ പഠിക്കുക. നടക്കാൻ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഓടാൻ കഴിയൂ. അതുപോലെ തന്നെ നിങ്ങൾ ഒരെണ്ണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നടക്കാൻ നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓടാനും പെട്ടെന്ന് കഴിയും. മാത്സിനെ സംബന്ധിച്ച്, മാത്സ് അല്ല എല്ലാ സബ്ജക്റ്റിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. മാത്സിന്റെ ലോകം വളരെ വലുതാണ്. ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ പലതിനും പല ഷോർട്ട് കട്ടുകളും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. ആ ഷോർട്ട് കട്ടുകളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരുപാട് സമയം പോകും. നമ്മൾ കാൽക്കുലേറ്റർ ഒന്നും അല്ലല്ലോ. പിന്നെ നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വളരെ വേഗത്തിൽ ശകുന്തള ദേവിയെ പോലെ വളരെ വേഗത്തിൽ ചെയ്യുന്ന ഒരാൾക്കാരൊക്കെ ഉണ്ടാവാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ. ഓക്കെ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഇൻസിഡന്റ് ഇതിനിടയ്ക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. NDSC പരീക്ഷയേക്കാൾ ഒരു വർഷം ഞാൻ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സ്കൂളിൽ ഒരു ഓൺസൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിൽ 10th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടി, ഞാൻ ആ സ്കൂളിൽ ഒരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തപ്പോൾ 10th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടി അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാനിത് പലപ്പോഴും എൻ്റെ കുട്ടികളോട് തന്നെ പറയാറുള്ള കാര്യം. ആ കുട്ടിയും ചിലപ്പോൾ ഇത് ഏതെങ്കിലും വീടുകളിൽ നിന്ന് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. മലപ്പുറം ജില്ലയിലുള്ള കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ 1 മുതൽ എന്ന് പറയേണ്ട 2 മുതൽ എന്ന് പറയാനല്ല, 2 മുതൽ 40 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെയും ടേബിൾ ആ കുട്ടിക്ക് ബൈഹാർട്ടായിട്ടാണ്. 28 7 എത്രന്ന് വെച്ചാൽ 28 7 എത്രന്ന് വെച്ചാൽ നിമിഷം നേരം ആ കുട്ടി പറയും. എഴുതി മൾട്ടിപ്ലൈ ചെയ്യണ്ട. ടേബിൾ നിങ്ങൾക്കിപ്പോ കുട്ടികളൊക്കെ 10 വരെയുള്ള ടേബിളൊക്കെയാണ്, 12 വരെ, മാക്സിമം 12 വരെ പഠിക്കും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 16 വരെ പഠിക്കണം. ഇന്നിപ്പോ 10 വരെ 12 വരെ ഒക്കെ കുട്ടികൾ പഠിക്കും. ടേബിൾ കാണാതെ അറിയാവുന്നത്, അത് പ്രാക്ടീസ് കൊണ്ട് കിട്ടേണ്ടതാണ്. പ്രാക്ടീസ് കൊണ്ട് ടേബിൾ മനസ്സിൽ പോകേണ്ടതാണ്.
അപ്പൊ ഈ കുട്ടി പ്രാക്ടീസ് കൊണ്ട് ടേബിൾ 40 വരെയുള്ള ഏത് നമ്പറിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആ കുട്ടി പറയും. 10th എത്തിയിട്ടേ ഉള്ളൂ. ആ കുട്ടി, ഞാൻ ആ കുട്ടിയോട് കുറെ നേരം സംസാരിച്ചു. ആ കുട്ടി പറഞ്ഞു വെച്ചാൽ പലപ്പോഴും ടീച്ചേഴ്സ് ബോർഡിൽ ചെയ്യുമ്പോൾ ചില മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഞാൻ ടീച്ചേഴ്സ് ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഞാനത് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ടേബിൾ എനിക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് തെറ്റ് വരുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യും, പിന്നെ ഒരിക്കലും തെറ്റാതിരിക്കാൻ നോക്കും. അങ്ങനെ ഞാനിപ്പോ വളരെ ക്ലിയറായി. അപ്പൊ അതേപോലെ നമ്മൾക്ക് കഴിയും സംഭവങ്ങളെല്ലാം തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് ഓർമ്മപ്പെടുത്തുന്നു ഇതിനോടൊപ്പം.